Family Wedding Center. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ സുപ്രധാനമായ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ശ്രമിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ പല വിഷയങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, നമ്മുടെ ഈ പഠനം, ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഓരോ ദിവസത്തിലും വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത്. പലപ്പോഴും ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറെ കേട്ടിട്ടുള്ള ഒരു പദമാണ് നമസ്കാരം അല്ലെങ്കിൽ നിസ്കാരം എന്നുള്ള പദം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ മുതിർന്നവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, നിസ്കരിച്ചോ, എപ്പോഴാ നിസ്കരിച്ചേ, നിസ്കരിക്കാൻ പോണില്ലേ, അല്ലേ? ഇത്തരത്തിലുള്ള പദങ്ങൾ. ഒരു പക്ഷേ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ അതേ ചോദ്യം നമ്മുടെ താഴെയുള്ളവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം മറ്റേതൊരു വിഷയത്തിനേക്കാളും നമ്മൾ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നമുക്ക് ഒരു മകളുണ്ട്. ആ മകൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ പോലും നമ്മൾ അന്വേഷിക്കാറുള്ളത് ആ വിവാഹം അന്വേഷിച്ചു വന്ന ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നവനാണോ എന്നാണ്. ഒരു പക്ഷേ മറ്റു കർമ്മങ്ങളൊന്നും തന്നെ അത്ര വലിയ ഗൗരവത്തിൽ നമ്മൾ കാണാറില്ല. എന്തുകൊണ്ട് നിസ്കാരത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ട്? ആ ഒരു ചോദ്യം, നമ്മൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അവൻ നിസ്കരിക്കുന്നവനാകുക എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിനും അമുസ്ലിമായ വ്യക്തിക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് തെർക്കുസ്വല, നമസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളായി മാറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം അത്രത്തോളുണ്ട്. ഇനി ഒന്നുകൂടി നിസ്സാരമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരാൾ മുസ്ലിമായി എന്ന് വിചാരിക്കും. അയാൾ ഇസ്ലാമിനെ അറിഞ്ഞ് അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു, ഞാനും മുസ്ലിമാകുകയാണെന്ന് പറയാണ്. സ്വാഭാവികമായിട്ടും അയാളോട് നമ്മൾ ആദ്യം പറയും, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണമെന്ന് പറഞ്ഞു. എന്താണ് ഷഹാദത്ത് കലിമ എന്നും പറഞ്ഞു കൊടുത്തു. അയാൾ അങ്ങനെ മുസ്ലിമായി എങ്കിൽ പിന്നെ അയാൾ ചെയ്യേണ്ട കർമ്മം ഏതാണ്? ഒരിക്കലും നമ്മൾ അയാളോടൊന്ന് നിങ്ങളിപ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയൂല. നിങ്ങൾ ഈ സമയം മുതൽ നോമ്പെടുക്കണമെന്ന് പറയൂല. നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഹജ്ജിന് പോയിക്കോളും എന്ന് നമ്മൾ പറയൂല. മറിച്ച് നമ്മൾ പറയും, കുറച്ച് സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കും, ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ പോകണം. അയാൾ പറയും, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുക? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ? നിസ്കാരത്തിൻ്റെ ആ ഒരു ഗൗരവം ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ഉടനെ നിർവഹിക്കേണ്ട കാര്യം, പിന്നെ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യം. മറ്റേതൊരു കർമ്മങ്ങൾക്കും ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്, അല്ലെ? ഒരുപാട് ഇളവുകളുണ്ട്. നോമ്പിന് ചില ഇളവുകളുണ്ട്, നോമ്പെടുക്കേണ്ടതില്ല പല ആളുകളും. ഒരാൾ യാത്രക്കാരനാണോ, അയാളോട് പറയും, നിങ്ങൾ നോമ്പെടുക്കണ്ട, പിന്നെ നോമ്പെടുത്താൽ മതി. അയാൾ രോഗിയാണോ, നിങ്ങളിപ്പോൾ എടുക്കണ്ട, പിന്നെ എടുത്താൽ മതി, അല്ലേ? നോമ്പിന് ഇളവുണ്ട്. ഒരാൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടും എല്ലാവരും സക്കാത്ത് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് ചില ആളുകളുണ്ട്, ഇത്ര സാമ്പത്തിക ശേഷിയുള്ള, ഇത്ര കാലം കൊണ്ട് ഇത്ര പണമുണ്ടാക്കിയിട്ടുള്ള ആൾ, അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എല്ലാവരും ഹജ്ജ് ചെയ്യണമെന്നും നമ്മൾ പറയാറില്ല. എന്നാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ.
എങ്കിൽ പോലും അതിനൊക്കെ ചില ഇളവുകളുണ്ടെങ്കിൽ നിസ്കാരത്തിന് നിങ്ങൾ പരിശോധിക്കും. ഒരാൾക്ക് നിസ്കാരം ഒരിക്കലും ഒരിളവുമില്ല, ഒരു ഇളവുമില്ല. അയാൾ രോഗിയാണോ എങ്കിൽ അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ അയാൾ നിസ്കരിക്കണം എന്നാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗിയായി, ഒരു സ്വഹാബിയാണ്, അദ്ദേഹം രോഗിയായ സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ രോഗിയാണ്, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അഥവാ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിൽക്കന്നെ വേണം. ഇനി അതിന് കഴിയൂലേ എന്നാൽ ഇരുന്നിട്ട് നിസ്കരിച്ചാൽ മതി. അതിനും കഴിയൂലേ കിടന്നിട്ട് നിസ്കരിച്ചാൽ മതി. ഒരു പക്ഷേ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും പല ഹദീസുകളിലൂടെയും. അഥവാ ഒരു മനുഷ്യന് രോഗിയാണ് എന്നതുകൊണ്ട് അയാൾക്ക് നിസ്കാരം ഒഴിവില്ല. ഒരു ജലദോഷം വരുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട്. ഒരു ചെറിയ ഒരു പനി വരുമ്പോഴേക്ക് പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോകുന്ന ആളുകളുണ്ട്. ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് യാതൊരു മനസ്സാക്ഷിത്വവും ഇല്ലാതെ പറയുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കണം. അത് കിടന്നിട്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടോ ഹൃദയം കൊണ്ടോ എങ്ങനെയാണോ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ഒരാൾ യാത്രക്കാരനാണ്, നിസ്കാരത്തിൽ ഇളവുണ്ടോ? നിസ്കാരം ഒഴിവാക്കുക എന്ന ഇളവില്ല, മറിച്ച് 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കുക എന്നൊരിളവുണ്ട്. അപ്പോഴും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. യാത്രയിലാണ് എന്നതുകൊണ്ട് നിസ്കാരം ഒഴിവില്ല. എത്രത്തോളം എന്നാൽ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അള്ളാൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ആ ജിഹാദിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. ഇതിനപ്പുറത്തേക്ക് എന്താ പറയുക? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ. അതിലൊന്നാമത്തെ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഒരു മുസ്ലിമാകാൻ പറ്റും. കാരണം ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം ബുനിയൽ ഇസ്ലാമു അല ഖംസിൻ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളിലൂടെയാണ്. അതിലൊന്ന് നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ തൂണായിട്ട് എണ്ണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നതിലൂടെ അയാൾ യഥാർത്ഥ മുസ്ലിമായി മാറും. നിസ്കരിക്കാത്തവനെ മുസ്ലിം എന്ന് പറയുക എന്നുള്ളത് അതുണ്ടാവില്ല. പേരിൽ ഒരു പക്ഷേ അയാളുടെ പേരൊക്കെ മുസ്ലിം പേര് തന്നെയായിരിക്കും, അയാൾക്ക് മുസ്ലിം പേരുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിം ആകണമെങ്കിൽ നിസ്കരിക്കുന്നവൻ ആവണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു മുസ്ലിം ആകാൻ പറ്റും. നിസ്കരിക്കുന്നതിലൂടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് മുസ്ലിം ആകാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അയാൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അയാളുടെ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിൽ വിചാരണയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. ആ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ബാക്കിയെല്ലാം ക്ലിയർ ആവുന്ന, നിസ്കാരം പോരായ്മയാണെങ്കിൽ അതിലെന്തൊക്കെയോ കുറവുകളുണ്ടെങ്കിൽ പിന്നെ അയാൾ പ്രയാസപ്പെടും. എത്ര ഗൗരവപ്പെട്ട വാചകമാണതെന്നറിയോ? കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരാളോട് പരലോകത്ത് ചോദ്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തേത് നിസ്കാരം. ആ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ചോദിക്കുള്ളൂ. നിസ്കാരം കൂടി ഇല്ലെങ്കിലോ പിന്നെ വേറെ ചോദ്യങ്ങളില്ല എന്നാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചോദിക്കുക? അവൻ്റെ ഹൈറ്റ് എത്രയാണ്, അവൻ്റെ വയസ്സ് എത്രയാണ്, ഇതൊന്നുമല്ല ചോദിക്കുക. അയാളുടെ മറ്റുള്ള കാര്യങ്ങളല്ല ചോദിക്കുക. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അല്ലേ? 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ, അതിലെത്ര മാർക്കുണ്ട്, ഈ ചോദ്യങ്ങളുണ്ടാവുക. എങ്കിൽ ഒരാളുടെ പരലോക ജീവിതത്തിൽ ആദ്യത്തെ ചോദ്യം, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം, അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിസ്കാരം ഉണ്ട് എങ്കിലേ ബാക്കി കാര്യങ്ങൾ എടുക്കുള്ളൂ എന്നാണ്. അത് ക്ലിയർ അല്ലെങ്കിലോ പിന്നെ വേറൊന്നും അവൻ ചെയ്തിട്ട് കാര്യമില്ല. അവൻ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, അവൻ ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്.
ഇനിയോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട പ്രവാചകരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിലൊന്നും എന്താണെന്നറിയോ? ഇഖാമത്തു സ്വലാ, നമസ്കാരം നിലനിർത്തുക, നിസ്കാരം കൃത്യമായിട്ട് കൊണ്ടുപോവുക. അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണോ എങ്കിൽ നിസ്കാരം ക്ലിയർ ആവണം. അതുപോലെ തന്നെ മറ്റൊരു വാചകത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, നരകത്തുനിന്ന് ഒരാൾ രക്ഷപ്പെടണമെങ്കിലും നിസ്കാരം പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകത്തിലെത്തുന്ന കുറ്റവാളികളായ ആളുകൾ, മുജ്രിമീങ്ങളായ ആളുകൾ, മുജ്രിം എന്ന് പറഞ്ഞ കുറ്റവാളിന. അങ്ങനെ കുറ്റം ചെയ്ത് നരകത്തിലെത്തുന്ന ആളുകളോട് ചില ആളുകൾ ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ, ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ എത്താനുള്ള കാരണം എന്താണ്? അതിനവർ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഒന്നാമത്തെ അവരുടെ മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഒരാൾ നരകത്തിലെത്താനുള്ള കാരണം, സഖർ എന്ന് പറയുന്ന നരകം ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്ത നേരിട്ട് കയറിക്കുമെന്നാണ് പറയാം. എത്ര ഗൗരവമുണ്ടെങ്കിൽ അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സമയം ഈ നിസ്കാരത്തിന് ആവശ്യമുണ്ടോ? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നിസ്കാരം ഇനിയിപ്പോൾ നിസ്കരിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു വല്ലാത്ത പ്രയാസമായിട്ട് കാണുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ശരിക്കും നിസ്കാരത്തിന് എത്ര സമയം വേണം? നമ്മൾ ഓരോ വക്കത്തെടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹ് നമസ്കാരത്തിന് എത്ര സമയം വേണം? ളുഹ്ർ നമസ്കാരവും അസറും മഗ്രിബും ഇശാവും ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 30-40 മിനിറ്റ് വേണ്ടി വരുള്ളൂ. നമ്മളെല്ലാ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിരിക്കുകയാണെങ്കിൽ പോലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരിക മാക്സിമം ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് കൂട്ടിക്കോ. 24 മണിക്കൂറിൽ വെറും 3/4 മണിക്കൂർ മതി. വേണ്ട 1 മണിക്കൂർ എടുത്തോ. 1 മണിക്കൂർ നമ്മുടെ വുളു എടുക്കലും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എണ്ണിയാൽ തന്നെ ഒരു പക്ഷേ 1 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. 1 മണിക്കൂർ. ബാക്കി 23 മണിക്കൂറും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്ക് ജോലി തിരക്കുകളുടെ കാര്യം പറയാം, നമുക്കുള്ള പഠനങ്ങൾ എണ്ണി പറയാം, നമുക്കുള്ള മറ്റു കാര്യങ്ങൾ എണ്ണി പറയാം. എന്തിനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും ശരി, ഈ 1 മണിക്കൂർ അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. ഞാൻ എന്തായാലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒന്ന് അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്വർഗം വേണോ, നരകത്തുനിന്ന് രക്ഷപ്പെടണോ, നിസ്കാരം നിർബന്ധമാണ്. ഇനി നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരാൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാളുടെ ജീവിതത്തിലെ പല പാപങ്ങളും ഒഴിവാകും. കൃത്യമായിട്ട് നിസ്കരിക്കണ ഒരാളാണെങ്കിൽ അയാൾക്ക് തെറ്റുകളിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും ആ ഒരു ഗൗരവത്തിലല്ലാതെയാണ് ഈ നിസ്കാരത്തെ കാണുന്നത്. അല്ലെ, അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കരിച്ച എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല ഉണ്ടാകുക. 10 ആളോ 100 ആളോ ഒരു പള്ളിയിൽ നിസ്കരിക്കേണ്ട വിചാരിച്ചോ, അതിലെല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല ഉണ്ടാവുക. എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. ചില ആളുകൾക്ക് 10ൽ 10 പ്രതിഫലം ഉള്ള ആൾക്കാരുണ്ട്, 10ൽ 9 കിട്ടുന്നവരുണ്ട്, 8ഉം 7ഉം 6ഉം 5ഉം 4ഉം 3ഉം 2ഉം 1ഉം കിട്ടുന്നവരുണ്ട്, 10ൽ 0 കിട്ടുന്ന ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ കൂലിയൊന്നും ഉണ്ടാവില്ല. ഇനിയോ വേറെ ചില ആളുകൾ നിസ്കരിച്ചതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുമോ? നമ്മൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണ്. നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാ പറഞ്ഞ്. എന്താ നിസ്കരിക്കുന്നവർക്ക് നാശം കിട്ടാനുള്ള കാരണം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ അശ്രദ്ധമായിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. അശ്രദ്ധയാണ്, പേരിനിങ്ങനെ നിസ്കരിച്ചു പോവുക. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഞാൻ എന്തിന് നിസ്കരിക്കണം? അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ നേട്ടങ്ങളെല്ലാം മനസ്സിലാക്കുന്നതോടൊപ്പം എൻ്റെ ഒരു വഖത്ത് നഷ്ടമായി കഴിഞ്ഞാൽ
എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വക്കത്ത് എനിക്ക് മിസ്സാകുമ്പോൾ ഞാനൊരു പക്ഷേ ഒരു മോശം വ്യക്തിയായി മാറുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ നിസ്കാരം ഒഴിവാക്കുന്നതിലൂടെ പല തിന്മകൾ കയറി വരാൻ സാധ്യതയുണ്ട്. ഈ പേടിയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ വേറെ എന്തെല്ലാം ഒഴിവാക്കിയാലും ശരി, വേറെ എന്തിനൊക്കെ സമയം മാറ്റിവെച്ചാലും ശരി, നിസ്കാരം ഞാൻ ഒഴിവാക്കൂല. എൻ്റെ ജീവിതത്തിലെ ഒരു വക്കത്ത് പോലും ഞാൻ നഷ്ടപ്പെടുത്തൂല എന്നുകൊണ്ട് തീരുമാനിച്ച് നോക്കിയേക്കും. എന്നാൽ പിന്നെ നമ്മളൊരു പുതിയ മനുഷ്യനായിരിക്കും. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമുക്കുള്ള എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങളിലൊക്കെ ഒരു തുറവി, അൽ ഫത്താഹായ തുറവി നൽകുന്നവനായ റബ്ബിൻ്റെ അടുക്കലുണ്ടാകും. അവിടെ നമ്മൾ നിസ്കാരത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിസ്കാരത്തിന് ചില ആയത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഭൗതികമായിട്ടുള്ള ഉപജീവനത്തിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഖൈറുകൾ കൊടുക്കും. നമ്മളൊരിക്കലും നിസ്കരിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാകാൻ പാടില്ല, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ പറ്റുകയാണ്. ഒരുപാട് ഖൈറുകൾ ലഭിക്കണം. ആ ഖൈറുകളെല്ലാം നമുക്ക് ലഭിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, അതിലേറെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തുടങ്ങുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിയുന്നത് പോലും ഖുർറൻ മുഹജ്ജലിന്ന, നമ്മുടെ കൈകാലുകൾ വെളുത്ത കാരണത്താൽ. അതെങ്ങനെ? വുളൂഇൻ്റെ അവയവങ്ങൾ, വുളൂ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത ആളുകൾ, അവർക്കാണ് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അവരെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. നാളെ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആളുകളെല്ലാവരും നിൽക്കുമ്പോൾ ചില ആളുകളുടെ ഒന്നും മുതുക് വളയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുതുക് വളയൂല, അങ്ങനെ നിൽക്കും. എല്ലാവരും സുജൂദ് ചെയ്യാനുണ്ടാകും പരലോകത്ത്, പക്ഷെ ഇവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. ആ നിർഭാഗ്യവാന്മാരാരാന്നറിയോ? ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത ആൾക്കാരാണ്. ഈ ദുനിയാവിൽ നിസ്കാരത്തിന് ഗൗരവം കൊടുക്കാത്ത ആളുകൾ. ചില ആളുകളൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുമ്പോൾ എന്നാൽ പിന്നെ ഞാനും നിസ്കരിക്കുക, ആരുമില്ലേ എന്നാൽ ഞാനുമില്ല. വേറെ ചില ആളുകളാവട്ടെ ഇടയ്ക്കൊക്കെ നിസ്കരിക്കും. അല്ല, ഇങ്ങനെ കുറേ ആളുകൾ അങ്ങനെ കാറ്റഗറി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ എവിടെയൊക്കെയോ ഉണ്ട്, ഏതോ ഒന്നിലാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മളൊരാളാവണം. ആ ആളുടെ പ്രത്യേകത, ബാങ്ക് കൊടുത്തോ അത് എന്നെയാണ് വിളിക്കുന്നത്. ഹയ്യ അലസ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ, ആ വിജയം അത് നമുക്ക് വേണം. അതിനു വേണ്ടി നമ്മൾ ഇറങ്ങണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് വിജയം കൈവരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.